വീണ്ടും വന്നിരിക്കും അതിൻ്റെ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ ഇതാക്കി എന്താ വെച്ചാൽ ഇനി പാർട്ട് 2 കൂടെ അതിനകത്തൊക്കെ വാങ്ങിയാണ്ട് ഇനി നമ്മളത് വരച്ച് വെച്ചിട്ടോ കണ്ടില്ലേ. അത് ചെറുതായിട്ടൊന്ന് ലെവലാക്കാണ്ട് ലെവലാക്കിട്ട് വരാം. ഇനിയുണ്ട് അത് ലെവലാക്കി എടുത്തു. ലെവലാക്കി എടുത്തേ ഞാൻ ഡീൽ എന്തൊക്കെ എഴുതിയിട്ടിങ്ങനെ കാണൂല. ഇനിയാണ് പണി. ഇനി നമുക്ക് ഇത് 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 ഇങ്ങനെ ഒന്ന് ഉണ്ടല്ലേ, ഇങ്ങനെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ആക്കി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമുക്കിങ്ങനെ കേട്ടോ ചെയ്തെടുത്ത നമുക്ക് അതും കൂടി റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കാണാം. ഒരു കാര്യം തീരുമാനിച്ചു. ഇതാ കണ്ടില്ലേ, ഇനി ഈ ലെവൽ എഴുതിയിട്ട് നമുക്ക് ഇതുണ്ടല്ലോ കണ്ടില്ലേ, ഇതിങ്ങനെ അങ്ങനെ കണ്ടില്ലേ, അതുകൂടി റെഡിയാക്കി എടുത്തിട്ട് കാണാം. ലെറ്റ്സ് ഗോ. ചെറുതായിട്ടൊരു പണി ചെയ്തു കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് പണിയും പാളിക്കണ, ചെറുതായിട്ട് പണിയും പാളുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി ഓട്ടോടെ ഇതാണ് കുറച്ച് ടഫ്. ഇത് 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 അത് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാണെങ്കിൽ ഇതാ എനിക്ക് ഏറ്റവും കുഞ്ഞാപ്പിയാക്കിയിട്ട് ഇത് കണ്ടില്ലേ കണ്ടില്ലേ എഴുതിയിട്ട് കാണാം. ഫൈനലി നമ്മളത് റെഡിയാക്കി എടുത്തു കണ്ടില്ലേ. ഹിന്ദി എഴുതിയെടുത്തണ്, ഇംഗ്ലീഷ് എഴുതിയെടുത്തണ്, എന്തോപ്പോ അതെന്തോ റെഡിയാക്കി എടുത്തണ്. അടിയത്തെ മറ്റേ സുഹൃത്ത് റെഡിയാക്കി എടുത്തു. ഇനി നമ്മളെ മെയിൻ തരായ 500 വരച്ചെടുക്കാം. അത് സിമ്പിളാണ് ഗൈസ്, നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് അതും കൂടി റെഡിയാക്കി എടുത്താണ്. ഇനി അടിയത്തെ TRB 364100 റെഡിയാക്കി എടുക്കാം. ഗൈസ് അതും കൂടി റെഡിയാക്കി എടുത്തത് മൊത്തത്തിൽ കാണുകയാണെങ്കിൽ ഇതാ ഒരു 2 ദിവസം കൊണ്ട് ഗൈസ് ഇത് റെഡിയാക്കി എടുത്താൽ. ഇവിടെ ആയിക്കണ് ഞാൻ എന്തല്ലേ ഇവിടെ ആ സാധനം വരച്ചു. ഇഷ്കാണില്ല, ഇവിടെ ആ സാധനം വരച്ചു. ഇനി ഇവിടെ ആ സാധനം വരക്കണം. എന്താ ഞാനിങ്ങനെ ആക്കണ വെച്ചാൽ നല്ല സുഖമാവുള്ളൂ, നിങ്ങൾക്കും സുഖമാവും. അപ്പം നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പം നമുക്ക് ഇവിടെ ആ സാധനം വരച്ചാൽ ഇവിടെ TRB 36 അതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് അതും റെഡിയാക്കി എടുത്തിട്ടോ. അപ്പോൾ ഗൈസ് ഒരു സാധനം നമ്മൾ വിട്ടുപോയി. ഒരു സാധനം ഉണ്ട്, ഇവിടെ ഇത് വരച്ചില്ല, ഇത് വരച്ചില്ല, ഇതും വരച്ചില്ല, ഇത് വരച്ചില്ല. അപ്പോൾ നമുക്ക് അതാണ് കുറച്ച് പണി. നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഏറ്റവും കുഞ്ഞാപ്പിയാക്കി വരച്ചു. അപ്പോൾ നിങ്ങൾ ഇത് നോക്കണ്ട, ഇതിലെല്ലാവരും തന്നെ വരച്ചാൽ മതി. ആണെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊള്ളില്ല. അപ്പോൾ നമുക്ക് ഞാൻ അത് റെഡിയാക്കി എടുക്കാം. അതന്നെ വരച്ചാൽ കുറേ സമയം എടുത്തു കണ്ടില്ലേ. അത് മാത്രം നമ്മൾ റെഡിയാക്കിയിട്ടുള്ളൂ. ഇനി അടുത്ത ഇത് റെഡിയാക്കാം. ഈ വട്ടം ഒന്ന് റെഡിയാക്കി വെക്കണം കറക്റ്റായിട്ട്. പിന്നെ ഇത് നമുക്ക് കറക്റ്റായിട്ട് വരച്ചായിട്ടും അറിയില്ല, നമുക്ക് റെഡിയാക്കി വെക്കാം. ഗൈസ് അത് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത്ര പോകുന്ന വട്ടം റെഡിയാക്കി എടുക്കാൻ ഇതാ ഈ സാധനം കൊണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വട്ടം എടുക്കാൻ അറിയില്ല. ഇനി ഗൈസ് ഈ കുഞ്ഞി 500 നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് അതും കൂടി റെഡിയാക്കി എടുത്തു. ഇനി അടിയത്തെ ഇതില്ലേ അത് നമുക്ക് വരച്ച ഗൈസ്. അപ്പം ഇങ്ങനെ വരച്ച ഗൈസ് കാണണ്ട അറിയില്ല ഗൈസ്. നമുക്ക് അത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഗാന്ധിജീനെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് റെഡിയാക്കാം. ചെറുതായിട്ടും അവളെ പാളിട്ടോ നമ്മൾ നോവ പറഞ്ഞാണ്ട് ആക്കി വെക്കുക. നീ ഗാന്ധിജീനാണ് വരച്ചതല്ല. ഫസ്റ്റ് നമുക്ക് ഇത്താലൊന്നിങ്ങനെ നമുക്ക് ചൂണ്ടൊന്ന് വരച്ചായിട്ട് കൊടുക്കാം. ലെറ്റ്സ് ഗോ. ചെറുതായിട്ടൊന്ന് പാളിക്കും ഗൈസ് കണ്ടില്ലേ. പാളിയിട്ടില്ല, ആ പാളിയാണ് ഗൈസ്. മാറ്റാണ്ടൊന്നും കൂടി ചെയ്യാം. എന്നിട്ട് അടുത്തിൽ നമുക്ക് പറ്റുമോ നോക്കാം. ചെറുതായിട്ടൊക്കെ റെഡി ആയിട്ടില്ല ഗൈസ്, റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്.
ഇതാ ഗാന്ധിജീൻ്റെ ഷേപ്പിനാണ് കാണിച്ചത്. നിങ്ങൾക്ക് വരച്ച മറ്റേ എനിക്ക് വരച്ച എന്താ റെഡി ആയിട്ടില്ല ഗാന്ധിജി കണ്ടില്ലേ? ഏതോ ഒരു കണ്ണാട വെച്ച ഒരു വിലാന്തന്മാരുണ്ട് താടിയും വെച്ച. ഇത് വേറെ റെഡി ആയിട്ടൊന്നുമില്ല ഗൈസ്. ഗാന്ധിജീൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല. ഞാൻ എന്തായാലും മാറ്റണില്ല ഗൈസ്. ഇപ്പോൾ എത്ര വരച്ചതല്ലേ, നമുക്കൊന്ന് ഷെയ്ഡും കൂടി കൊടുക്കാം. ഷെയ്ഡൊക്കെ കൊടുത്തു. ഇനി നമുക്ക് കൊണ്ട് നൂത്താം. വീഡിയോ നിങ്ങൾക്ക് രസമായിട്ട് ഇതിനെക്കാട്ടും രസമായിട്ട് പോകില്ല ഗൈസ്. ഇനി നമുക്ക് എന്തല്ലേ ഇല്ല. അപ്പം ഗൈസ് ഇനി ഇതും കൂടി ഉണ്ട് ഗൈസ്. മഹാത്മാഗാന്ധി തെറ്റി മഹാത്മാഗാന്ധി നമുക്ക് അതും കൂടി വരച്ചാൽ. പിന്നെ ഈ ഹിന്ദി എഴുതണം, പിന്നെ അടിയിൽ ഈ സ്റ്റെപ്പ് ആക്കണം, അതും കൂടി ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഫൈനല് അത് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ എന്താ വരച്ചാലേ കഴിഞ്ഞിലൊക്കെ 2 ദിവസം കൊണ്ട് കഴിച്ചു. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തു. എന്തായാലും റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ റെഡിയായി. ഇനി എന്താ ഉള്ളത്? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു 30 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മൾ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടാകും, കമല. ചിലപ്പോൾ നമ്മൾ കളിച്ചാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ. പക്ഷെ എന്തായാലും ഞാൻ കമല എന്നാലും 30 സബ്സ്ക്രൈബേഴ്സായിട്ടും ചിലപ്പോൾ കളിച്ചാൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് എന്തൊക്കെ ചെയ്താലേ കമല കളിച്ചോളൂ കേട്ടോ. കമലയും എല്ലാ ഗെയിം. പിന്നെ നമുക്കത് ഷെയ്ഡ് ചെയ്ത് കാണാൻ അടിപൊളിയാക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇവിടുന്ന് ഒന്ന് റെഡി ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഫൈനലി ഇതാണ് നമ്മളെ ലുക്ക്. അത്രയ്ക്ക് അടിപൊളിയായിട്ടൊന്നുമില്ല, കണ്ടില്ലേ? നോട്ടിൻ്റെ അത്രയ്ക്ക് ആയിട്ടില്ല ഗൈസ്, കണ്ടില്ലേ? ഇത് പിന്നെ നമ്മൾ വേറൊരു പൈസ ഇത് നമ്മൾ ചൊറുക്കൂട്ടിയില്ല. ചൊറുക്കായിട്ടിട്ട് നമ്മൾ പറയാവുന്ന കാര്യം പറയാം ഗൈസ്. അത് ചൊറുക്കൂട്ടിയാണ് കേട്ടോ. ഇനി വേറൊന്നുമില്ലല്ലോ ചൊറുക്കൂട്ടാൻ. ഇനി നമ്മൾ വേറൊരു പൈസ നമ്മൾ പണ്ടൊന്നും ഉണ്ടാക്കി, പണ്ട് ഏറ്റവും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ആക്കിയത് കേട്ടോ. ഇതത്രയ്ക്ക് ചൊറുക്കൊന്നും ഉണ്ടാവില്ല ഗൈസ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ആക്കിയതാണ്. അപ്പോൾ നമുക്ക് വലിയ കുട്ടിയൊക്കെ ആയില്ലേ. ഇത് നല്ല രസം ഉണ്ടാവും ഗൈസ്. നമ്മൾ കളറൊക്കെ കൊടുത്തു. അത് മറന്ന് ഗൈസ്. തിരി ഈ ഷെയ്ഡല്ലേ കൊടുക്കണ്ടേ, പച്ച കൊടുക്കണ്ട. പച്ചക്കെ നമ്മളിവിടെ ടൂൾസ് നമ്മൾ പച്ച എടുത്തു ഗൈസ്. തുറന്നിട്ടേ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ 2 റെഡിയാക്കി കാട്ടില്ലേ. ഇപ്പോൾ ഗൈസ് 2 റെഡിയാക്കിയിട്ട് തന്നെ കേട്ടോ. കളർ എന്തോ മാറി ഗൈസ്. ആ പവർ തന്നെ കിട്ടുന്നില്ല. ആ കളർ തന്നെ കിട്ടുന്നില്ല ഗൈസ്. പുതിയ ഗെയിംസും വീഡിയോസും ഒക്കെ വരണമെങ്കിൽ ഒരു സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യണം ഗൈസ്. അല്ലാതെ വേറെ ഒന്നും വരില്ല ഗൈസ്. അത് റെഡിയാക്കിയത് എന്തോ ഒരു ബ്ലാക്ക് കളറ്, പച്ചയിട്ടത് എന്നിട്ട് ബ്ലാക്ക് കളറായി ഗൈസ്. നമുക്കില്ലേ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ പൈസ മാത്രം അതിൽ പൈസ അല്ല പീഡിയാക്ക് കൊടുത്ത് നോക്കാം ഗൈസ്. മനസ്സിലായോ? പറ്റിച്ചാൻ പറ്റൂല ഈ പൈസ കൊണ്ട് ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബാക്കും കൂടി റെഡിയാക്കും ഗൈസ്. ഇതിൻ്റെ ബാക്ക് അറിയാലോ, ബാക്കിലൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ബാക്ക്. ഇത് റെഡിയാക്കി എടുക്കും ഗൈസ്. അത് അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത എപ്പിസോഡ് നമ്മൾ അത് റെഡിയാക്കി എടുക്കും, പാർട്ട് 3. അപ്പോൾ ഗൈസ് ഇത് മൊത്തം റെഡിയാക്കി എടുത്തിട്ട് ഇത് മാത്രമല്ലെങ്കിൽ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് എല്ലാ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി ബാക്കിൻ്റെ ഇവിടെ ഒന്നുമില്ല ഗൈസ്. നോട്ടിനടുത്ത് വെച്ചു, ഇവിടെ ഒന്നുമില്ല. നമുക്ക് എഴുത്ത് വരച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാർട്ട് 3 ഇടുമ്പോൾ അതിൻ്റെ ബാക്ക് വെച്ചാണ്ട് മുറിച്ചെടുത്തുകൊണ്ട് പൈസ ആക്കാം. അങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കുമല്ലോ, 100, 200, 300 ഇല്ല, 500, 1000 ഇല്ല, 2000 ഇല്ല. അപ്പോൾ പിന്നെ 50ഉം പിന്നെ 10ഉം പിന്നെ 20ഉം അത് റെഡിയാക്കി എടുക്കും. പിന്നെ കോയിന് നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് റെഡിയാക്കി എടുക്കും. അതുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫസ്റ്റ് നമുക്കതൊന്ന് വരച്ചിട്ട് കാണാം. ഇപ്പോൾ കേസ് ഒരു പണി ചെയ്യാൻ വിചാരിച്ചു, റെഡി ആവണില്ല കേസ്. എന്താ വെച്ചാൽ ഇവിടെ കറക്റ്റ് ലെവലിൽ കിട്ടണില്ല. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചിടാം കേസ്, നല്ല റെഡി ആവില്ല. അപ്പോൾ കേസ് അങ്ങനെ മുറിച്ചിട്ടിങ്ങനെ കേട്ടോ. ഇതൊന്നും ഇങ്ങനെ അല്ല മുറിച്ചിട്ടത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം കേസ്. നോക്കെടുത്താൽ ഇതെന്തത് കേസ്, പണി പാടി കേസ്. ഇതിൻ്റെ ഉള്ളിലാ മറ്റേ സാധനം കയറി. ഇത് റെഡിയാക്കി കേസ്, ആ റെഡിയാക്കി എടുത്തത് ഇത് വേണ്ടി വരും കേസ്. കേസ് നോട്ട് റെഡി കണ്ടില്ലേ, അങ്ങനെയൊക്കെ വളഞ്ഞിട്ട് ഇതിനാ മൊത്തത്തിലൊന്ന് റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ നോട്ട് റെഡി. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ പാർട്ട് 3 ഇടണം. ഇതിൻ്റെ പാർട്ട് കുറച്ച് ഉണ്ടാവും ഗൈസ്, കുറേ നോട്ടുകളുണ്ടാക്കാനുണ്ടാകുന്നല്ലേ. അപ്പോൾ ഗൈസ് ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഇടണം. ഗൈസ് ഞാൻ ചെറുതായിട്ടൊരു പണിപാളി ഗൈസ്, ഞാൻ ഇവിടെ കുത്തിട്ടു അത് എടുക്കാൻ വേണ്ടി, പക്ഷെ കിട്ടിയില്ല ഗൈസ്. ഞാൻ വെറുതെ പാളി. ഇനി നമുക്ക് ഇങ്ങനെ വരച്ചേണ്ടി വരും ഗൈസ്, കുറച്ച് ടഫാവും. ഞാൻ പാർട്ട് 3 കാണാം. ബൈ ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാലേ നമുക്ക് കമൻ്റ് ഇടാൻ പറ്റുള്ളൂ കുറേ യൂസ്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.